ചന്ദ്രനും ഭൂമിയും അകലുന്നതായി പുതിയ കണ്ടെത്തൽ. ഓരോ വർഷവും ഭൂമിയിൽ നിന്ന് 1.5 ഇഞ്ച് അകലുന്നതായിട്ടാണ് ഗവേഷകരുടെ പഠനം. മിഷിഗൺ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഗവേഷകരാണ് കണ്ടെത്തലിന് പിന്നിൽ. ഭൂമിയിലെ വേലിയേറ്റത്തിന്റെ ഗുരുത്വാകർഷണം ചന്ദ്രനെ മുന്നോട്ട് വലിക്കുന്നു. അതിനാലാണ് ഈ പ്രതിഭാസമുണ്ടാകുന്നത്. ടൈഡൽ ഫോഴ്സ് ചന്ദ്രന്റെ ഭ്രമണപഥത്തിന്റെ വലിപ്പം കൂട്ടുന്നു. അങ്ങനെ ചന്ദ്രൻ ഭൂമിയിൽ നിന്ന് അല്പം അകലുന്നു. ഈ പ്രഭാവം വളരെ ക്രമേണയാണ് നടക്കുന്നത്. വർഷങ്ങളിൽ നേരിയ രീതിയിൽ മാത്രമേ ഇത് കണ്ടെത്താനാകൂ എന്നും ഗവേഷകർ പറയുന്നു. ഗുരുത്വാകർഷണത്തിലെ വ്യത്യാസം മൂലമാണ് വേലിയേറ്റങ്ങൾ സംഭവിക്കുന്നത്. ബഹിരാകാശ പേടകങ്ങളും ബഹിരാകാശ യാത്രികരും അവിടെ സ്ഥാപിക്കുന്ന കണ്ണാടികളിൽ നിന്ന് ലേസർ തട്ടിമാറ്റിയാണ് ചന്ദ്രനിലേക്കുള്ള ദൂരം ശാസ്ത്രജ്ഞർ അളക്കുന്നത്. പ്രകാശം ചന്ദ്രനിലേക്കും തിരിച്ചും സഞ്ചരിക്കാനെടുക്കുന്ന സമയം അളക്കുന്നതിലൂടെ ശാസ്ത്രജ്ഞർക്ക് ചന്ദ്രനിലേക്കുള്ള ദൂരം എങ്ങനെ മാറുന്നുവെന്നും അളക്കാൻ കഴിയും. ഭൂമിയെ ചുറ്റുമ്പോൾ ഒരു മാസത്തിനുള്ളിൽ ചന്ദ്രനിലേക്കുള്ള ദൂരം മാറിവരും. സാധാരണയായി ചന്ദ്രൻ ഭൂമിയിൽ നിന്ന് 2,39,000 മൈൽ അകലെയാണ്. അതിന്റെ ഭ്രമണപഥം ഒരു പൂർണ്ണവൃത്തമല്ലാത്തതിനാൽ ഭൂമിയെ പരിക്രമണം ചെയ്യുമ്പോൾ ഏകദേശം 12,400 മൈൽ വരെ വ്യത്യാസം കാണും. ഈ മാറ്റം കൊണ്ടാണ് ചില പൂർണ്ണചന്ദ്രന്മാർ മറ്റുള്ളവയേക്കാൾ വലുതായി കാണുന്നത്. ഇവയെ സൂപ്പർ മൂണുകൾ എന്നാണ് വിളിക്കുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് ചൊവ്വയുടെ വലിപ്പമുള്ള ഒരു പ്രോട്ടോ പ്ലാനറ്റ് ഭൂമിയുമായി കൂട്ടിയിടിച്ചതിനെ തുടർന്നാണ് ചന്ദ്രൻ രൂപപ്പെട്ടത്. തുടക്കത്തിൽ ചന്ദ്രൻ ഭൂമിയോട് വളരെ അടുത്താണ് സ്ഥിതി ചെയ്തത്. വർഷങ്ങൾ മുന്നോട്ടു പോയാൽ ഭൂമിയുടെ ഭ്രമണം മന്ദഗതിയിലാവുകയും ചന്ദ്രനുമായി ടൈഡൽ ലോക്ക് ആവുകയും ചെയ്യും. ചന്ദ്രൻ ഭ്രമണം ചെയ്യാൻ എടുക്കുന്ന അതേ സമയം ഭൂമി കറങ്ങാൻ എടുക്കുമെന്നും ഗവേഷകർ പറയുന്നു. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.